സോ ഹലോ നമസ്കാരം ഗായ്സ്, വെൽക്കം ടു ലെമൺ വ്ളോഗ്സ്. സോ ഇന്നത്തെ കാണാൻ പോകുന്നതെല്ലാം ഇവിടെ കല്യാണ വ്ളോഗ്സ് ആയിരിക്കും. നമ്മൾ നേരെ ഇവിടെ പോകുന്നത്. സോ കല്യാണം ഈ 20-ാം തീയതിയാണ്. സോ അതിനുവേണ്ടി നമ്മള് ബ്യൂട്ടി പാർലറിലും സാരി റോൾ ചെയ്യാൻ പോകണം. അമ്മയൊക്കെ ഉണ്ട്, ഇവിടെ രാഹുൽ ഉണ്ട്. രാഹുൽ സേ ഹായ്. പ്രോ ഡ്രൈവർ. അമ്മ എന്തിനും പറയാമ്മ. നമ്മൾ നേരെ സാരി റോൾ ചെയ്യാൻ പോവാണ്. പിന്നെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നമ്മുടെ മുടിയൊക്കെ സെറ്റ് ചെയ്യണം. മമ്മിയുടെ മുടി സെറ്റ് ചെയ്യണം. നിന്റെ മുഖം സെറ്റിംഗ് ഉണ്ടോ? മുഖം സെറ്റിംഗ് ഉണ്ടോ? നിന്റെ ഉണ്ടോ? ഇവന് സെറ്റിംഗ് ഉണ്ട്, അവന്റെ ഫുൾ സെറ്റിംഗ് ഉണ്ട്. ഞാൻ മുടിയൊക്കെ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. വേണ്ട വേണ്ട. എന്താ ഇട്ടെ? കാത് കാണിച്ചാണ്. കാല് പീഡ് ഓഫ് സൺസ്ക്രീൻ എല്ലാം ഇട്ട് ലിപ്സ്റ്റിക് ഇട്ട് നാച്ചുറൽ ബ്യൂട്ടി. നമ്മളാ ഒന്നിടാത്ത മുടിയൊക്കെ കെട്ടി കുളിച്ചിട്ട് കണ്ടോ. മോയിസ്ചറൈസർ, എന്റെ സൺസ്ക്രീന്, പിന്നെ മീനാക്ഷിയുടെ റൂമിൽ നിന്ന് എന്തോ ഒരു സാധനം എന്തോന്ന് അവന് അറിയാം. നമുക്ക് ഇങ്ങനെയുള്ള അവസരം മുതലെടുക്കണ്ടേ. സോ ബൈ, പിന്നെ കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മള് ബ്യൂട്ടി പാർലർ എത്തി. കൊച്ചിന് നിനക്ക് കൊണ്ടുവിടുമല്ലോ മുടി. നിനക്കെന്തുവാ? എനിക്കൊന്നുമില്ല. നിനക്കൊന്നുമില്ല. അമ്മയുടെ എന്റെ ഒക്കെ മുടി ഒന്ന് സെറ്റപ്പ് ആക്കണം. മമ്മി മമ്മിയുടെ മുടിയല്ല. ഒന്ന് തിരിഞ്ഞേ. ഞാൻ തിരിക്കാം. ഈ മുടി തിരിച്ചു വരുമ്പോ വേറെ മുടിയായിരിക്കും, മനസ്സിലായില്ലേ? വേറെ സ്റ്റൈലായിരിക്കും. സോ കാണാം. സോ ഗൈസ്, സലൂൺ ചെയ്തിട്ടുണ്ട്. ഇവന് ഫേഷ്യൽ, അമ്മയ്ക്ക് കൂന്തല്ല. ഇതാണ് സലൂൺ. അമ്മ ഇവിടെ അമ്മയുടെ എന്തൊക്കെ വേണമെന്ന് പറയണം. അമ്മയുടെ മുടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ്, അപ്പൊ അതൊന്ന് സെറ്റ് ആക്കണം. മമ്മി സ്റ്റിൽ കൺഫ്യൂഷൻ ആണ് ഗൈസ്, മുടി ചെയ്യണോ വേണ്ടെന്ന് വെച്ചു. അമ്മയുടെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം മുടി. അമ്മയ്ക്ക് ഒരു ചെറിയൊരു ഭയം. രാഹുൽ, എന്ത് സ്പായ നീ ചെയ്യുന്ന? അല്ല, എന്ത് ഫേഷ്യൽ നീ ചെയ്യുന്ന? പപ്പായ പിടിച്ചിട്ട് നീ താടി സെറ്റാക്ക്. താടി മുടി ഇവിടെ നിരക്ക് ഗൈസ്. മമ്മി സ്റ്റിൽ കൺഫ്യൂഷൻ. ചെയ്യണോ വേണ്ടേ? എന്തിനാ വന്നേ? പാറു കൺവിൻസിങ് ചെയ്യാൻ വേണ്ടി. അമ്മ ഇവിടെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. മമ്മി കൂൾ, നമുക്ക് ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ എൻ്റെ മുടി വെട്ടാൻ പോവാണ്. ഞാൻ നമ്മൾ പറഞ്ഞു കല്യാണമാകുമ്പോൾ ഞാൻ മുടി വെട്ടുള്ളൂ. സോ നീ എൻ്റെ ചേഞ്ചാണ്. മുടിയൊക്കെ എങ്ങനെയുണ്ട്? രസമല്ലേ? ആണോ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവര് എല്ലാം സ്പ്രേ ഒക്കെ ഇട്ട് സെറ്റൊക്കെ വെച്ചേക്കുക ഇല്ലേ? കണ്ടോ? ഫീൽ ചെയ്യുന്നില്ലേ? കല്യാണ പെണ്ണിരിക്കുന്നതൊക്കെ കല്യാണ പെണ്ണ് വാട്ട് മമ്മി ദയാ ഡ്രൈവിംഗ് സ്കിൽസ് ആണ് തരാൻ. ഇപ്പൊ വെട്ടിങ് കഴിഞ്ഞോണേ. ആ പെമ്പിളരെ കണ്ടിപ്പോ രാശയാളാവും. ഇപ്പൊ രാജ സ്കില്ല. സോ ഗൈസ്, അങ്ങനെ സാരി എന്തുകൂടി എന്താ? വേണ്ട ഞാൻ ഇതിലില്ല. അമ്മയ്ക്ക് എന്തൊരു ഉത്സാഹം. സോ ഗൈസ്, അങ്ങനെ സാരി ഡ്രൈപ്പ് ചെയ്യാൻ, ഐ മീൻ റോൾ ചെയ്യാൻ അല്ലേ? റോൾ ചെയ്യാം. നമ്മൾ ഡ്രൈപ്പിലല്ലേ പറയാം ഗൈസ്. സാരി റോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ മുഖം വെച്ചേക്കുന്നത്? അമ്മ മുഖം എല്ലാം സെറ്റ് ആയി കേട്ടോ, വെളുത്ത് പാറി. സോ റോൾ ചെയ്യാൻ വേണ്ടി ആ വീടെത്തി. ഇതാണ് ഗൈസ് വീട്, കണ്ടില്ലേ? സോ ലെറ്റ്സ് ഗോ. എന്താ പറഞ്ഞേ ഗൈസ്? നമ്മൾ പോകുന്ന വരി രചനാസ് നെയിലാട്ടുന്ന ഒരു ബോർഡ് കണ്ടു. ഓൾറെഡി ഇവർക്ക് നെയിൽ ചെയ്യണം, നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യണം. സോ വന്നേക്കാണ്. ഇവിടെ അവൈലബിൾ ആണോ ഇല്ലെന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ, തിരക്കി നോക്കാം. സോ നമ്മൾ ബോർഡ് കണ്ട് കയറിയുണ്ട്. ആക്ച്വലി ഇവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു. സോ നമുക്കത് കിട്ടില്ല. എല്ലി പറയും സോ നമ്മൾ 4:30 വരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ സാരി റോളിങ് കൊടുത്തേക്കല്ലേ. അപ്പം സാരി റോൾ ചെയ്തിട്ട് കിട്ടും ഗൈസ്. അപ്പം അത്രയും ടൈം പോകും. ആ ടൈമിനുള്ളിൽ ഈ ടൈം ഇവിടെ പറഞ്ഞ് സെറ്റായാൽ നമുക്ക് ഇവിടെ വരാം, അല്ലെങ്കിൽ നമ്മൾ വേറെ പോകും. എന്താ അതിന് ഫുഡ്? സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ്, നടാല ഫാമിലി റെസ്റ്റോറൻറ്റ് എത്തി. അറിയാം, നല്ലതാണോ? നീ ഇവിടെ കയറിയിട്ടുള്ളല്ലേ? അറിയില്ല. കയറി നോക്കാം. ലെറ്റ്സ് ഗോ. സോ നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട്. പാറു, നീ എന്ത് ഓർഡർ ചെയ്താ? മമ്മി വെജ്. ഞാൻ ചിക്കൻ.
നീ എന്തുവാ? ചപ്പാത്തി. ചപ്പാത്തി വിത്ത് ചിക്കൻ. ബിരിയാണി വേണ്ടതാണ്. അത് ബിരിയാണി വേണ്ടത്തെ സാധനം വന്നിട്ട് കാണിക്കാം. സോ ഗൈസ് സാധനം ഇതിനുണ്ട്. ഫ്രൈഡ് റൈസ്, അത് വെച്ച് ഇത് ചിക്കൻ, ഇങ്ങനെ ചപ്പാത്തി. എന്താ ക്ഷമിക്കാൻ. കഴിച്ചോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. സോ കഴിച്ചിട്ട് വരാം. ബ്ലുപ്പടി സമയമില്ല. ഞാൻ അടിക്കും ഗൈസ്. അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ്. എന്നിട്ടും ഒന്നും ബാക്കിയൊക്കെ ആയിരിക്കും. സോ ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. രാഹുൽ മരുന്ന് അറിഞ്ഞോ? ചപ്പാത്തി കഴിച്ചത്. നമ്മള് ബിരിയാണി ഫ്രൈഡ് റൈസ് കഴിച്ചത്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നടാല അമ്മ സൂപ്പർ ഗുഡ്. ലെറ്റ്സ് ഗോ. ഇനി നമ്മള് സാരി റോൾ ചെയ്തത് വാങ്ങാൻ പോകുന്നു. പിന്നെ ഇവിടെ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്യാൻ പോകുന്നു. സോ ഗൈസ് അങ്ങനെ സാരി റോൾ ചെയ്തിട്ടുണ്ട്. നൈസ്. സോ ഗൈസ് കല്യാണ പുടവ കാണിച്ചിട്ട് കുടയല്ല കല്യാണ പുടവയത് കാണിച്ചാണ്. യെസ് നിന്നെക്കാട്ടും ഉണ്ടല്ലോ. സോ ഗൈസ് അങ്ങനെ ഐറ്റം കിട്ടി. ഇനിയുള്ളത് നഖം എക്സ്റ്റെൻഡ് ചെയ്യണം. അതിന് നമ്മൾ അടുത്തൊരു നമ്മൾ രചന എന്നാലും കണ്ടില്ലേ, അവർ ആക്ച്വലി അവിടെ ഒരു ആളുണ്ടായിരുന്നു, കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് സമയമില്ല. നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി. ഇപ്പോൾ ആൾ മാറി കാണും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. ലെറ്റ്സ് ഗോ. സോ ഗൈസ് ഇപ്പോൾ നമ്മൾ RP മാൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മൾ അവിടെ നെയിൽ എക്സ്റ്റെൻഡ് അവിടെ കസ്റ്റമർ ഉണ്ട്. സോ ഇവർക്ക് ബ്രൈറ്റ് പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നമ്മൾ RP മാൾ എത്തിക്കുകയാണ്. സെലക്ട് ചെയ്യുന്നുണ്ട്. വെയിറ്റ് ആക്കാം. സോ ഗൈസ് തന്നെ RP മാളിൽ ഇവക്കുള്ള സംഭവം ഇല്ലായിരുന്നു. നമ്മൾ ഇനി എങ്ങോട്ടാ പെണ്ണെ ഇനി എങ്ങോട്ടാന്ന്? അതെ, നഖം കാണിച്ചാണ്. ഇവളുടെ ഈ നഖം ഇതിനപ്പം വലുതാക്കും. കണ്ടോ? കാണുന്നില്ലല്ലോ. അതെ പിന്നെ കാണിക്കാം. സോ ഗൈസ് അങ്ങനെ നെയിലായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ രചനാസ് ബോർഡ് കാണുന്നില്ല. പുള്ളിക്കാരുടെ വീട്ടിൽ എത്തുന്നുണ്ട്. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അതല്ല, ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തയാ. അതെന്താ അങ്ങനെ പല ബ്രാൻഡ് അത് പല ആൾക്കാർക്ക് അതനുസരിച്ച് വർക്കിംഗ് അനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് ചില ബ്രാൻഡ് കറക്റ്റ് ആയിട്ട് ഷിയറായിട്ട് പ്ലഗ് ചെയ്തൊക്കെ കളയുവാണെങ്കിൽ അത് നീൽസിന് ഒരു ലെയർ കൂടെ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് പിച്ച് കളയാൻ ഞാൻ പറയില്ല. അതിനെ പറയാം, അത് റെക്കോർഡ് ചെയ്ത് സ്പെഷ്യലായിട്ട് വെച്ചിട്ട് അത് ഒരിക്കലും പിച്ച് കളയാൻ പാടില്ല. തന്നെത്താൻ ഇളകിപ്പോവാണെങ്കിൽ അത് ഇളകിപ്പോട്ടെ. കാരണം അത് തന്നെത്താൻ ഇളകിപ്പോകുന്ന നീൽസിന് ഡാമേജ് വരത്തില്ല. ആ ഗ്ലോടെ അങ്ങ് ഇളകിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ എവിടെയെങ്കിലുമൊക്കെ തട്ടിയോ മുട്ടിയോ ഒരുപാട് ഹെവി ആയിട്ട് ഇതിപ്പോൾ അതാ ഞാൻ എക്സ്റ്റൻഷൻസ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്താലും എടുത്താലും ഒന്നും പോത്തില്ല. അത് ഹാർഡായിട്ട് തന്നെ ഇരിക്കും. അതും പറഞ്ഞ് അത് വെച്ച് ഗുസ്തി പറ്റുന്ന കാര്യത്തിന് പോകില്ല. ആദ്യം ചൊറിയ എല്ലാം ചെയ്യാൻ പറ്റും. സെറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. എന്റെ പേര് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് പേര് ചോദിക്കുന്നത്. എന്റെ പേര് രചന. എന്റെ പേര് തന്നെ സ്റ്റുഡിയോ ഉള്ളത്. പേര് പാട്ടോടെ ഇട്ടു. അവളിവിടെ നെയിലായിട്ട് ചെയ്യാണ്. ഞാനും അമ്മയും രാഹുലും ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി പോയാണ്. അല്ല, രാഹുലിന് തല തന്നെ എടുക്കുന്നു. സോ ചായ കുടിക്കാൻ എഴുതി. ഫോർ ചായ. അമ്മയുടെ കൈ എന്റെ കൈ കുഞ്ഞു വരണം. നോക്കി വലിയ മോതിരം വേണം. വലിയ മോതിരം.
ഇവരങ്ങനെ ഷെയ്ഡ്സ് ചൂസ് ചെയ്യുക ഗൈസ്. ഈ ഷെയ്ഡ്സ് അത് നല്ല ഷെയ്ഡാണ്. 33. മമ്മി കാണിച്ചു കൊടുക്കും. അങ്ങനെ ഷെയ്ഡ് ചൂസ് ചെയ്യണം. ഏതാണ് ചൂസ് ചെയ്തത്? വേറെ 2 ഷെയ്ഡ്സ് കൂടെ പറയണം. നോക്കിട്ട് പറയാം. ഈ ഷെയ്ഡ് നാളെ 5 മണിക്ക്. ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് അവിടെ വാർപ്പായോണ്ട് പിന്നെ അവിടെ വരാനത്. സോ ഇനി ഗ്ലിറ്റർ അല്ലേ? തുള്ളി തുള്ളി. ഒരു ഡ്രോപ്പ് ചെയ്തിട്ടാ Per smile. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വാങ്ങിച്ചെടുത്ത നമ്മ എൻ്റെ ട്രേഡ് സീക്രറ്റ്സ് പൊക്കി അങ്ങനെ അമ്മയ്ക്ക് പിടിക്കണ്ട. തട്ടി തട്ടി നമ്മൾ സോ ഗൈസ് അങ്ങനെ നൈറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഇറങ്ങിയതേ ഉള്ളൂ. വേറെ കൈ കാണിച്ചോളെ. ഒന്നും കണ്ടില്ല. തിരിച്ചാണ് കിട്ടി നഖല്ലേ കാണണ്ടേ. നൈസ് അമ്മ, നൈസ്. അമ്മ അവിടെ ഉറങ്ങിച്ചെത്തു. അമ്മ ഓക്കെ അല്ലേ? അല്ല ഞാൻ ഉറങ്ങി. ടയർഡായി. എപ്പോൾ രാവിലെ ഇറങ്ങിയതാ. സോ ഇനി വീട്ടിൽ കാണാം. ബൈ. സോ ഗൈസ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി പിന്നെ കാണാം. ബൈ.